കുറച്ച് ദിവസമായിട്ട് കേരളത്തിൽ നല്ല മഴയാണ് പെയ്യുന്നത്. ഇന്നലെയും ഈ ഭാഗത്തൊക്കെ ആയിട്ട് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. മൺസൂൺ സീസണിൽ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നമ്മൾ മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട് ഭാഗത്തുള്ളവർക്കൊക്കെ ഒരു വൺ ഡേ ട്രിപ്പായിട്ട് പോയിട്ട് വരാൻ പറ്റുന്ന സൂപ്പർ സ്പോട്ടാണ് കക്കയം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു യാത്ര കക്കയം ആ ഒരു ഭാഗത്തോട്ടാണ്. ഈ സമയത്തുള്ള ഒരു യാത്ര അതിനെ കൊണ്ട് തന്നെ നല്ല പച്ച വിരിച്ച് നിൽക്കുന്ന കാടും മഞ്ഞ് പുതച്ച് നിൽക്കുന്ന മലകളും ഒക്കെ കണ്ട്, പിന്നെ പോകുന്ന വഴി ഒരുപാട് കുരങ്ങുകളൊക്കെ സൈറ്റിങ് കിട്ടും. പിന്നെ ഒരുപാട് വാട്ടർഫാൾസ് ഒക്കെ പോകുന്ന വഴി കാണാൻ പറ്റും. ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് നല്ല ഒരു റൈഡിങ് എക്സ്പീരിയൻസ് തന്നെ ഇന്ന് കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇന്ന് കക്കത്തേക്കുള്ള ഒരു യാത്ര ആരംഭിച്ചിട്ടുള്ളത്. പരപ്പനങ്ങാടി നിന്നാണ് ഞാൻ ഈ യാത്ര ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ വരെ വരാനായിട്ട് എനിക്ക് 60 കിലോമീറ്ററോളം ഏകദേശം യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നത്. ഇത് പൂരാച്ചൂർ ടൗണാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഓരോ ചർച്ചൊക്കെ കാണാൻ പറ്റും. അവിടുന്ന് ഇങ്ങനെ റൈറ്റിലേക്ക് എടുത്തിട്ടാണ് നമുക്ക് കക്കയത്തോട്ട് പോകാനുള്ളത്. ഇനി ഏകദേശം 10 കിലോമീറ്റർ കൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കക്കയം എത്തും. പിന്നെ ഇവിടെ ദൂരെ നിന്ന് കാണുന്നുണ്ടല്ലോ, ആ മലയൊക്കെ കയറിയിട്ട് വേണം നമുക്ക് കക്കയത്തോട്ട് പോകാനായിട്ട്. ഇങ്ങനെ ഇവിടെ വരുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട, ഈ ഒരു ടൗണിൽ വരുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് റോഡുകളൊക്കെ പോകുന്നുണ്ട്. അത് കറക്റ്റ് മാപ്പ് ഇട്ടിട്ട് വരുന്നതാവും നല്ലത്. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല മഞ്ഞ് മൂടി നിൽക്കുന്ന മലകളൊക്കെ അങ്ങ് ദൂരെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു റൂട്ടിലാണ് നമ്മൾ കേരളത്തിലെ കാശ്മീർ എന്നറിയപ്പെടുന്ന കരിയാത്തൻപാറ. അപ്പോൾ നിങ്ങൾക്ക് പോകുന്ന വഴി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കരിയാത്തൻപാറയും എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാൻ പറ്റും. ഞാനിന്ന് ഇറങ്ങുന്നത് ലേറ്റ് ആയിട്ടാണ് നാട്ടിൽ നിന്ന്. ഏകദേശം 11 മണി സമയത്താണ് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് കരിയാത്തൻപാറ എക്സ്പ്ലോർ ചെയ്യാൻ സമയം ഉണ്ടാവില്ല. ഞാൻ എന്തായാലും നേരെ കക്കയത്തോട്ട് പോകാനാണ് പ്ലാന്. ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടത് 148 ഇനം ചിത്രശലഭങ്ങളും 180 ഇനം പക്ഷികളൊക്കെ ഈ ഒരു കക്കയം വനമേഖലൻ്റെ അകത്ത് ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കക്കയം എത്തുന്നവരെ ഇതുപോലെ നാരോ ആയിട്ടുള്ള ഒരു റോഡാണ്. പിന്നെ ലോറികളൊക്കെ കടന്നു പോകുന്ന ഒരു റൂട്ടും കൂടെ അതിനെ കൊണ്ട് നല്ല ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യേണ്ട ഒരു റൂട്ടാണിത്. ഇവിടുന്ന് അങ്ങോട്ട് ഹിൽ സ്റ്റേഷൻ സ്റ്റാർട്ട് ആകാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് കൊക്കോ പഴം, അതിൻ്റെ കൃഷി ഒരുപാടായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ വരുന്ന സമയത്ത് കൂരാച്ചുണ്ട് എത്തിയപ്പോൾ ഈ ഒരു മലൻ്റെ ആ ഒരു വ്യൂ ഒക്കെ ശരിക്കും കണ്ട് സൈറ്റിങ് കിട്ടി ആസ്വദിച്ചാണ് ഡ്രൈവ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി അങ്ങോട്ട് ഫുള്ള് ഇതുപോലെ ഒരു ഫോറസ്റ്റ് ഏരിയ ആയിട്ടാണ്. ഒരുപാട് ഫുള്ള് പച്ച വിരിച്ച് നിൽക്കുന്ന ഈ ഒരു ഫോറസ്റ്റിൻ്റെ അകത്തൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്താണ് കക്ക എത്തുന്നവരെ പോകാൻ. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് വ്യൂ പോയിന്റുകൾ കാണാനുണ്ട്, ഒരുപാട് വാട്ടർഫാൾസ് കിട്ടും. കണ്ടില്ലേ, ഫുള്ള് പച്ചപ്പാണ്. ഈ ഒരു ടൈമിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും നല്ലൊരു പച്ചപ്പായിട്ടുള്ള ഒരു സ്പോട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റിയത്. അതുകൊണ്ടാണ് ഈ ഒരു ടൈം ഞാൻ ചൂസ് ചെയ്യാനുള്ള കാരണം. ഇന്നെന്തായാലും നല്ല ക്ലൈമറ്റാണ്, മഴയില്ല. പക്ഷേ മലകളൊക്കെ ഇങ്ങനെ ശരിക്കും മഞ്ഞ് മൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഈ ഒരു സ്പോട്ടിൽ ഞാൻ കുറച്ച് സമയം വണ്ടി നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ഒരു രക്ഷയില്ലാത്ത സ്പോട്ട് ഇട്ടാ, ഫ്രണ്ടിലെ ഒരു മല, ആ ഒരു വ്യൂ ഒക്കെ അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള ഒരു സുഖം അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ കാണുന്നുണ്ടാവും ഫ്രണ്ടിലുള്ള ഒരു വ്യൂ ഒക്കെ. എന്തായാലും വന്ന വരെ ഏറ്റവും സൂപ്പറായിട്ടുള്ള ഒരു സ്പോട്ടായിരുന്നു അത്. നമ്മൾ മുമ്പിലോട്ട് പോകുന്നതിനനുസരിച്ചും ഈ ഒരു റൂട്ടിൻ്റെ ഭംഗി കൂടി കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ആ സൈഡിലൊക്കെ കണ്ടില്ല, ആ ഒരു റോഡ് സൈഡിലൊക്കെ പുല്ലുകൾ, വള്ളിച്ചെടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പച്ച വിരിച്ചിട്ട് അതിൻ്റെ നടുക്കൂടുള്ള ഒരു റോഡിൻ്റെ അകത്തൂടുള്ള ആ ഒരു ചെറിയ ഒരു നാരോ ആയിട്ടുള്ള ഒരു റോഡുമാണ്. ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഭംഗിയായിട്ട്. ഇന്നത്തെ ക്ലൈമറ്റും സൂപ്പറായതിനെ കൊണ്ടാണ് ഇത്രയും ഇത് ശരിക്കും ആസ്വദിച്ച് പോകാൻ പറ്റിയത്. ആ ഒരു കാര്യത്തിലും എന്തായാലും ലക്കാണ്. പിന്നെ ഈ കാടിൻ്റെ അകത്തൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വനം എക്സ്പീരിയൻസ് ആവും കിട്ടാറ്. കാരണം ഈ ഒരു വനത്തിനെ 4 ടൈപ്പ് ഓഫ് ഇത് വനമേഖലയായിട്ട് തിരിച്ചിട്ടുണ്ട്. നിത്യഹരിതവനം, അർദ്ധനിത്യഹരിതവനം,
ചോലവനം, ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് വനങ്ങളായിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട്. പിന്നെ 680 എത്രയോ ഇത് ഐറ്റം ചെടികൾ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചെടികൾ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. സോ അതൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, റൈറ്റ് സൈഡിലൊക്കെ ആയിട്ട് ഒരു ഈന്തപ്പന ടൈപ്പിൽ ഇപ്പോൾ ഒരു ഓല പോലെ തൂങ്ങി നിൽക്കുന്നുണ്ടല്ലേ ലെഫ്റ്റ് സൈഡ്, അതൊരു ഈന്തപ്പന പോലെ. അത് കറക്റ്റ് എന്ത് ചെടിയാണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ടൈപ്പ് ഇഴജന്തുക്കളും ഒക്കെ കാണാൻ പറ്റും. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു റൂട്ടിൽ യാത്ര ചെയ്യാനായിട്ട്. പോകുന്ന വഴി ഇതുപോലെ ഒരു ചെറിയൊരു അരുവി കണ്ടപ്പോൾ നിർത്തിയതാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ അവിടെ കക്കയം ഡാമിലൊക്കെ വെള്ളം കുറവാണെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ജൂണ് സ്റ്റാർട്ടിങ് എല്ലാം ആയിട്ടുള്ളൂ. അപ്പോൾ മഴ ജസ്റ്റ് സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ ഒരാഴ്ചയായിട്ട്. അപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുന്നുണ്ട്. വെള്ളം ഇങ്ങനെ ഈ ഒരു ഭാഗത്തോട്ട് ഇങ്ങനെയാണ് പോകുന്നത്. ഇത് മേലേന്ന് വരുന്ന വെള്ളമാണ്. ഇപ്പോൾ ഈ പെയ്ത മഴയിൽ വരുന്ന വെള്ളമാകാനാണ് ചാൻസ് ഇത്. അങ്ങനെ ഈ ഒരു അരുവിൻ്റെ അകത്തോട്ടൊന്ന് ഇറങ്ങിയതാണ്. നമുക്ക് കയ്യും മുഖമൊക്കെ ഒന്ന് കഴുകി റിഫ്രഷ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വെള്ളമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തു നിന്നാണ് വെള്ളം ഒലിച്ചിറങ്ങി വരുന്നത് മേലേന്ന്. പിന്നെ ഇവിടെ ഒരു മരമൊക്കെ വീണ് കിടക്കുന്നുണ്ട്. പിന്നെ എന്തായാലും വെള്ളം തീരെ കുറവാണ്. ഡാമിൽ വെള്ളം കൂടുന്ന സമയത്ത് ചിലപ്പോൾ ഇവിടെ ഒരുപാട് വെള്ളമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു ഇലയാണ് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ചെടി, ഇതാണ് ഒരു ഈന്തപ്പന ഒരു ടൈപ്പിലൊരു മരം. വരുന്ന വഴി ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഒരു മരം കാണാൻ പറ്റുന്നുണ്ട്, ഒരു ചെടി. എൻ്റെ ഒരു ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു ചോലവനം ഒരു ഭാഗത്തൂടാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപാട് വലിയ മരങ്ങൾ ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരുപാട് മൃഗങ്ങളൊക്കെ ഇറങ്ങാനുള്ള ഒരു സ്പോട്ടൊക്കെ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആന അതുപോലുള്ള മൃഗങ്ങളൊക്കെ വരുന്ന ഒരു സ്പോട്ടായിട്ടാണ് മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെ ഇതുപോലെ തന്നെ വരുന്ന വഴി ഒരുപാട് സ്പോട്ടുകളൊക്കെ സ്കിപ്പ് ചെയ്തിട്ടാണ് വീഡിയോയിൽ എടുക്കുന്നത്. ഫുള്ളായിട്ട് ഇതുപോലെ നാരോ റോഡ്, ഇതുപോലെ ഒരു കാട്, ഈ ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ അത്യാവശ്യം ഒരു നല്ലൊരു ചില്ലായിട്ടുള്ള ക്ലൈമറ്റുമാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. ഇതാണ് ചുരം കയറി വരുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു വ്യൂ പോയിന്റ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാലുള്ള ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ ശരിക്കും ഇത് കാണുമ്പോൾ തന്നെ ഒരു നിത്യഹരിത വനം എന്നുള്ള ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു പൈപ്പ് പോലെ ഇത് കൊണ്ടുപോകുന്നത്. അത് എന്തോ ഇവിടുത്തെ ഒരു വാട്ടർ ഇതെല്ലാം മേലെ നിന്ന് താഴോട്ട് കൊണ്ടുപോകുന്ന, അവിടെ മേലെ ഡാം ഉണ്ടല്ലോ, വാട്ടർ സപ്ലൈ, അങ്ങനെ എന്തോ ഒരു ഇതാണ്. അങ്ങനെ താഴേന്ന് വരുമ്പോൾ തന്നെ അത് കാണുന്നുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ നോക്കുമ്പോഴുള്ള കാഴ്ച ശരിക്കും നല്ല ഒരു വ്യൂ ആണ്. ഈ ഒരു വഴിയാണ് ഇനി നമുക്ക് മുമ്പിലോട്ട് പോകാനുള്ള ഒരു വഴി. നമ്മൾ കയറി വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. പിന്നെ ഇവിടെയാണ് ആ ഒരു വ്യൂ പോയിന്റ് നമ്മൾ വണ്ടി സൈഡാക്കിയിട്ടുള്ളത്. ഇവിടെ പാർക്കിങ് ചെയ്യാനൊക്കെ ഉള്ള ഒരു നല്ലൊരു സ്പേസ് ഒക്കെ ഇട്ടിട്ടാണ്, പിന്നെ അതുപോലെ റെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടാണ് ഈ ഒരു വ്യൂ പോയിന്റിന്റെ ഒരു ഭാഗം റെഡി ചെയ്തിട്ടുള്ളത്. റോഡ് സൈഡിൽ ഇത്രയും തടിയുള്ള ഒരു മരം കണ്ടപ്പോൾ ഇങ്ങനെ വണ്ടി സൈഡാക്കിയതാണ്. അത്യാവശ്യം നല്ല തടിയുള്ള ഒരു മരമാണിത്. ഇത് ഈ റൂട്ടിൽ വന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഇതിൻ്റെ ആ ഒരു കൊമ്പ് കണ്ടില്ല, ആ ഒരു കൊമ്പിൻ്റെ അത്രേ ഉള്ളൂ അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു മരത്തിൻ്റെ തടി. ഇനി ഇവിടുന്ന് മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു ടിക്കറ്റ് എടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് ഇവിടുന്ന്. അപ്പോൾ ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. പക്ഷേ നമ്മൾ നെല്ലിയാമ്പതി പോയ സമയത്തൊക്കെ അവിടെയും ഇതുപോലെ ചെക്ക് പോസ്റ്റ് ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവിടെ ഒന്നും ഇതുപോലെ ടിക്കറ്റ് അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതാണ് ഈ ഒരു ട്രിപ്പിൽ കുറച്ചൊരു ഇതുണ്ടാക്കിയ കാര്യം. കാരണം ഇനി നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടുന്ന് ഒരു ടിക്കറ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ ഈ റൂട്ടിൽ പോകുമ്പോൾ ഇതുപോലെ ചെറിയ ഫാൾസ് പോലെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് നീരൊഴുക്ക് എന്ന് പറയാൻ പറ്റുമോ ഇല്ലെങ്കിൽ ഫാൾസ് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. പക്ഷേ തീരെ വെള്ളം കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ ഡാമിലൊക്കെ വെള്ളം കുറവാകും. ഇപ്പോൾ 2-3 ഒരാഴ്ച ആയിട്ട് മഴ പെയ്ത ആ വെള്ളം ഇതുപോലെ ഒലിച്ചിറങ്ങി വരുന്നത്. എന്തായാലും ഇതുപോലെ ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് കാണാൻ പറ്റുന്നുണ്ട്.
ഈ റൂട്ടിലുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു വ്യൂ പോയിന്റിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു പൂമ്പാറ്റയാണ് പാറിപ്പോയത്. ഒരുപാട് ഇനത്തിലുള്ള പൂമ്പാറ്റകൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? അതിലൊരു പൂമ്പാറ്റയാവും ഇപ്പോൾ ആ പാറിപ്പോയത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരു റിവർ ഒഴുകി പോകുന്ന ഒരു കാഴ്ച, അവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ കറങ്ങി വരുന്ന ആ ഒരു കൂരാച്ചുണ്ട് ഭാഗമാണെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ കയറി വന്നല്ലോ, ആ ഒരു ഭാഗത്ത് ഇങ്ങനെ റിവർ ഒഴുകി പോകുന്ന, ഇവിടെ ദൂരത്ത് നിന്ന് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റ്, ബെസ്റ്റായിട്ടുള്ള ഒരു സ്പോട്ടാണ് ഈ റൂട്ടിലുള്ള. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് വലിയൊരു മലയുണ്ട്. ആ മലയിൽ ഇങ്ങനെ കാർമേഘങ്ങളൊക്കെ വന്നിട്ട് മൂടി നിൽക്കുന്ന ആ ഒരു വ്യൂ ആണ് കാണുന്നത്. അത് ഞാൻ ഇവിടെ എവിടെയെങ്കിലും നല്ല ഒഴിഞ്ഞ വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നിർത്തിയിട്ട് അത് എടുത്ത് കാണിച്ചു തരാം. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. ഈ ചെറിയ ഒരു ഒഴിഞ്ഞ ഗ്യാപ്പിലൂടെ ഇങ്ങനെ നോക്കുമ്പോഴുള്ള ഒരു കാഴ്ചയാണിത്. അവിടെ ദൂരെയായിട്ട് മലൻ്റെ മേലായിട്ട് ഫുൾ കാർമേഘം മൂടി കിടക്കുക. ഇതാണ് ഇവിടെ നോക്കുമ്പോഴുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു വ്യൂ ആണ് ഇവിടെ നോക്കുമ്പോഴുള്ളത്. അങ്ങനെ ഞാൻ വരുന്ന സമയത്ത് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് വണ്ടി ഇവിടെ സൈഡാക്കി നിർത്തി കാണിച്ചതാണത്. ഞങ്ങളെന്തായാലും ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ. ഇപ്പോൾ നമ്മൾ അവിടുന്ന് വരുമ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെ എല്ലാ മലകളും ദൂരെയായിട്ട് മഞ്ഞ് പുതച്ച് നിൽക്കുന്ന ഒരു കാഴ്ചകളൊക്കെയാണ് ഇവിടുന്ന്. വളരെ എക്സൈറ്റ് ചെയ്യിക്കുന്ന പോലത്തെ വ്യൂ ആണ് ഇവിടുന്ന് കാണുന്നത്. ഇപ്പോൾ ചെറിയൊരു ഇളം കാറ്റും നല്ല തണുപ്പും ഒക്കെ ആയിട്ട് ആ ഭാഗത്തോട്ടൊക്കെ നല്ല മഴ പെയ്യാൻ നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. പിന്നെ എന്തായാലും ഇത്രയും ദൂരം അവിടുന്ന് കൂരാച്ചുണ്ടെന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് വന്നത് നല്ല ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ പറയാം. ഇതിൻ്റെ ഒരു റൈറ്റ് സൈഡിലൊക്കെ കണ്ടില്ലേ, മുഴുവനായിട്ട് പാറയാണ്, ഒരു ചെറിയൊരു റോഡ്. എന്തായാലും ബെസ്റ്റ് എക്സ്പീരിയൻസ് ഈ ഒരു റൂട്ടിൽ നിന്ന് വന്നത്. ഇന്ന് ഈ ട്രിപ്പിൽ കുരങ്ങന്മാരെ മാത്രം സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് വരുമ്പോഴാണ് ഏറ്റവും ടോപ്പിലെത്തി കഴിഞ്ഞപ്പോൾ കുരങ്ങന്മാരെ സ്പോട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇന്നീ ഒരു ട്രിപ്പിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത എല്ലാ സംഭവങ്ങളും കറക്റ്റായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി ഈ ഒരു ട്രിപ്പിൽ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് സമയം കളയാൻ എന്തായാലും ഇതില്ല. കാരണം വൈകുന്നേരമായിട്ട് നമ്മൾ വരുമ്പോൾ തന്നെ ലേറ്റ് ആയിട്ടാണ് വന്നത്. മേലെ ഡാം അവിടെ പോയി കാണാനുണ്ട്. അങ്ങോട്ട് ഏകദേശം ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. പിന്നെ അവിടുന്ന് ഒരുപാട് ദൂരം നടന്നിട്ട് വേണം അവിടെ കക്കയം ഫാൾസിൻ്റെ അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ അവിടേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിയില്ല. ഏതായാലും മുമ്പിലോട്ട് പോയി നോക്കാം. ഫൈനലി നമ്മൾ കക്കയം ഡാമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. പക്ഷേ ഇവിടെ കയറാൻ വേണ്ടിയിട്ട് 30 രൂപൻ്റെ ഒരു ഫീസൊക്കെ മേടിച്ചിട്ടുണ്ട്. നമ്മളവിടെ താഴെയും ഫീസ് കൊടുത്തിട്ടാണ് വന്നത്. പിന്നെ ഇവിടെ ഇതിൻ്റെ മിഡിലായിട്ടൊരു ആൽമരമുണ്ട്. പിന്നെ ഒരു ഊഞ്ഞാലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. ഡാമിൻ്റെ ഫ്രണ്ടിലായിട്ടുള്ള ഒരു പാർക്കാണിത്. ഇത് കുട്ടികൾക്ക് ചെറുതായിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കളിക്കാനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട്. മുമ്പിൽ അവിടെ കാണുന്നതാണ് ഈ കക്കയം ഡാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ പാർക്കുള്ളത്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ ഒരു അത്യാവശ്യം കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു ചെറിയൊരു പാർക്ക്. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡാമിൻ്റെ അകത്ത് വെള്ളം തീരെ കുറവാണ്. ഞാൻ മുമ്പ് ഇവിടെ വന്ന സമയത്ത് ഇതിലും കൂടുതൽ വെള്ളം, ഇതിൻ്റെ അകത്ത് ബോട്ടിങ് ഇതിൻ്റെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അന്ന്. ഇന്നിപ്പോൾ ബോട്ടിങ് സംഭവങ്ങളൊന്നും കാണാനില്ല. വെള്ളം കുറവായതുകൊണ്ടാണോ ഇനി അവിടെ ആള് കുറവായതോ നിർത്തി വെച്ചോന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. 5 മണി ആ ഒരു സമയം അതിനെ കൊണ്ട്. അപ്പോൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാലും കാണാം അവിടെ ദൂരെയൊക്കെ ആയിട്ട് മുഴുവനായിട്ട് കാർമേഘങ്ങളാണ്. ആ ഭാഗത്തോട്ടൊക്കെ നല്ല മഴ വരാൻ പോകുന്ന പോലെയാണ്. കുറച്ച് മുമ്പിലായിട്ട് വീണ്ടും ഒരു ചെക്ക് പോസ്റ്റ് പോലെ എന്തോ കാണുന്നുണ്ട്. ഇനി വീണ്ടും ടിക്കറ്റ് എടുക്കാൻ പറയുമോന്നുള്ള അറിയില്ല. ഇപ്പൊ നമ്മൾ കണ്ടത് ഡാമാണ്. ഇനി അത് വാട്ടർഫാൾസിന്റെ അങ്ങോട്ടുള്ള റോഡാണത്. ഇത് ഏകദേശം 2 കിലോമീറ്റർ 3 കിലോമീറ്റർ അടുത്ത് നടന്നിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്.
അപ്പോൾ ഇന്നെന്തായാലും ഇനി ഫാൾസിൻ്റെ അങ്ങോട്ട് പോകാൻ പറ്റും തോന്നുന്നില്ല. കാരണം അവിടുന്ന് കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട് 6 മണി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എൻട്രി ഇല്ല. ഏകദേശം 3 കിലോമീറ്ററിൻ്റെ അടുത്ത് നടക്കാനായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ മുമ്പ് പോയപ്പോൾ എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ഒരുപാട് ദൂരം നടന്നിട്ടാണ് അങ്ങോട്ട് ഡാമിൻ്റെ അങ്ങോട്ട് പോയത്. അപ്പോൾ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാലും അകത്തോട്ട് കയറ്റി വിടില്ല എന്നാണ് പറഞ്ഞത്. അപ്പം എന്തായാലും ഈ ഒരു റൂട്ടിലൂടെ ഇങ്ങനെ നടന്നിട്ടൊരു കാടാണ്. അതിൻ്റെ അകത്തൂടെ ഇങ്ങനെ ഇതിൻ്റെ സൈഡിലായിട്ട് മറ്റേ ഡാമാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നിട്ട് വേണം അങ്ങോട്ട് ഫാൾസിൻ്റെ അങ്ങോട്ട് എത്താനായിട്ട്. ഇതിൻ്റെ അകത്തോട്ട് വണ്ടി എടുത്തിട്ട് വരാൻ പറ്റാത്തതാണ് സീനായത്. ഇല്ലാന്നുണ്ടെങ്കിൽ വണ്ടി എടുത്തിട്ട് പോയിട്ട് കണ്ട് വരുന്ന പോലെ നോക്കായിരുന്നു. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഈ ഒരു ഫോറസ്റ്റ് പോലെയുള്ള ഒരു ഇതിൻ്റെ അകത്തൂടെ ഒരു റോഡ്, ഇതിലൂടെ ജസ്റ്റ് ഒരു വാക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വന്ന സ്ഥിതിക്ക് അങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.